9 മണി വാർത്ത തുടങ്ങുന്നു. വിശദമായ വാർത്തകളിലേക്ക് കടക്കും മുൻപ് ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വേഗത്തിൽ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കം തുടങ്ങി മുന്നണികൾ. പദ്ധതികൾ അതിവേഗം പൂർത്തിയാക്കാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സ്ഥാനാർത്ഥി നിർണയത്തിന് ആലോചനകളുമായി UDF-ഉം BJP-യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ UDF യോഗം കൊച്ചിയിൽ. RP ശിവജി തിരുവനന്തപുരത്ത് LDF മേയർ സ്ഥാനാർത്ഥി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തുടർ നീക്കങ്ങളുമായി SIT. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങും. കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ. പെരിന്തൽമണ്ണയിലെ UDF ഹർത്താൽ പിൻവലിച്ചു. തീരുമാനം പ്രതികളെ പോലീസ് പിടികൂടിയ സാഹചര്യത്തിലും പൊതുജനങ്ങൾക്കുണ്ടായേക്കാവുന്ന അസൗകര്യങ്ങൾ കണക്കിലെടുത്തുമെന്ന് വിശദീകരണം. ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. തങ്കയങ്കി ഘോഷയാത്ര വെള്ളിയാഴ്ച. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും മണ്ഡലപൂജയും 27. വാളയാർ ആൾക്കൂട്ടക്കൊലയിൽ ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച. രാംനാരായണന്റെ കുടുംബവുമായി മന്ത്രി K. രാജൻ ചർച്ച നടത്തും. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കുടുംബം. കടുവാഭീതിയിൽ വയനാട്. പുൽപ്പള്ളിയിലെ ആളെ കൊല്ലി കടുവയെ പിടികൂടാനായില്ല. മയക്കുവെടി വെക്കാൻ ഉത്തരവിട്ട് സർക്കാർ. പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ കടുവ കെണിയിൽ വീണു. പ്രദേശത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു. ആലപ്പുഴ വളവനാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് മണ്ണഞ്ചേരി സ്വദേശി നിഖിൽ, ചേർത്തല അരീപ്പറമ്പ് സ്വദേശി രാകേഷ് എന്നിവർ. രാകേഷിന്റെ സുഹൃത്ത് വിപിന് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി വളവനാട് AS കനാൽ പറത്തറ പാലത്തിന് സമീപമായിരുന്നു അപകടം. പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിലും അപകടം. ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. സ്കൂട്ടർ യാത്രക്കാരാണ് മരിച്ചത്. തിരുവല്ലോമല റൂട്ടിൽ വായനശാല സ്റ്റോപ്പിൽ രാവിലെയാണ് അപകടമുണ്ടായത്. മഹാരാഷ്ട്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന് വൻ തിരിച്ചടി. 288 തദ്ദേശ സ്ഥാപനങ്ങളിൽ 207 BJP നയിക്കുന്ന മഹായുതി സഖ്യം തൂത്തുവാരി. മഹാസഖ്യത്തിന്റെ പ്രകടനം 44 സീറ്റിൽ ഒതുങ്ങി. കലാപത്തിയിൽ ബംഗ്ലാദേശ്. സംഘർഷം രൂക്ഷം. ഷരീഫ് ഉസ്മാൻ ബിൻ ഹാദിയുടെ കൊലയിൽ പ്രതിഷേധം. ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന 12 കലാപകാരികൾ അറസ്റ്റിൽ. ഡൽഹിയിലെ ബംഗ്ലാദേശ് നയതന്ത്ര പ്രതിനിധികളുടെ ജീവന് ഭീഷണിയെന്ന റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിന് പിന്നാലെ നിർണായകമായ UDF യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള മുന്നൊരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഒപ്പം മുന്നണി വിപുലീകരണവും യോഗത്തിൽ ചർച്ചയാകും. ഭരണം നേടാമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും മികച്ച ഭൂരിപക്ഷം ഉറപ്പിക്കാൻ പരമാവധി കക്ഷികളെ ഒപ്പം കൂട്ടണമെന്നാണ് പൊതുവികാരം. ഘടക കക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജനം, പാർട്ടികളുടെ സ്ഥാനാർത്ഥി നിർണയം എന്നിവ സുഗമമായി അതിവേഗം പൂർത്തിയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാനാകുമെന്നാണ് വിലയിരുത്തൽ. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പോലും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തൊരു വലിയ വിജയമുണ്ടായ സ്ഥിതിക്ക് ഇത് ഇനി നിയമസഭയിലും നിലനിർത്തുക എന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അതിനായി സ്വീകരിക്കേണ്ട നടപടികളൊക്കെ ചർച്ചയാവേണ്ടതുണ്ട്. പ്രധാനമായും അറിയേണ്ടത് പുതിയ കക്ഷികൾ ആരെങ്കിലും മുന്നണിയിലേക്ക് വരുമോ? തർക്കമാണ് എപ്പോഴും പ്രശ്നമുണ്ടാവുന്നത്. ആ തർക്കങ്ങളില്ലാതെ നേരത്തെ കൂട്ടി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏറ്റവും ഗുണമായി വന്നത് നേരത്തെ തൊട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. അങ്ങനെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാവും എന്നൊക്കെയാണ്. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അടുത്ത ഒരു 4 മാസത്തിനപ്പുറം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കണക്കാക്കുമ്പോൾ ഇന്നത്തെ ഈ യോഗം? ശ്രീജ, തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ വിജയത്തിന്റെ വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് UDF നിൽക്കുന്നത്. ഇന്നത്തെ യോഗത്തിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. കാരണം വലിയ സന്തോഷത്തിലാണ്. വലിയ വിമർശനങ്ങളിലോ കാര്യങ്ങളിലേക്കോ പോകേണ്ടതില്ല. ഇനി മുന്നോട്ട് എങ്ങനെ പോകണം, എങ്ങനെ നീങ്ങണം എന്നത് സംബന്ധിച്ചുള്ള കൂട്ടായ ചർച്ചകൾ തന്നെയാണ് വേണ്ടത്. ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ, ഇതുവരെ സ്വീകരിച്ച തന്ത്രങ്ങൾ, ഇത് വലിയൊരു പരിധിവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായകരമായിട്ടുണ്ട് എന്ന് തന്നെയാണ്
പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ വരുന്നത്. അപ്പോൾ കൂടുതലായി ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വീകരിക്കപ്പെടേണ്ടത്. കാരണം അതിന് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. നിലവിലെ ഉണ്ടായിരുന്ന ആശയങ്ങൾ അതോടൊപ്പം തന്നെ പുതിയ ധ്രുവീകരണങ്ങൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. പുതിയ കൂട്ടിച്ചേരലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇനി മറ്റേതെങ്കിലും രീതിയിലുള്ള കൂട്ടിച്ചേർക്കലുകൾ പോലും UDF വേണമോ എന്നതടക്കമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൊതുവിലും വളരെ രാഷ്ട്രീയത്തിന് അപ്പുറം നിന്നുള്ള കുറേയധികം ചിന്തകൾ ഇതിലുണ്ടായിരുന്നു. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നതിലെല്ലാം തന്നെ UDF സംവിധാനങ്ങൾ വിജയിക്കുകയും ചെയ്തു. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ വളരെ നേരത്തെയുള്ള മുന്നൊരുക്കം. അത് ഇത്രയും നേരത്തെ എന്ന പൊതുവിലൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷെ അത് അങ്ങനെ തന്നെ വേണം എന്ന രീതിയിൽ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതുകൊണ്ട് യുദ്ധസന്നാഹങ്ങൾ മുന്നേ വേണമെന്ന രീതിയിൽ തന്നെയായിരുന്നു UDF നിന്നിരുന്നത്. അത് ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്ന ഒരു വിജയത്തിലേക്ക് UDF നീങ്ങുകയും ചെയ്തു. അപ്പോൾ അതേ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഏതാണ്ട് ഒരു 4 മാസം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ വേണം. പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ UDFനോട് ചേർന്ന് നിൽക്കാൻ കഴിവുള്ളവർ അത് പുറമേയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടതു മുന്നണിയിൽ തന്നെ അതിൽ വിട്ടുപോരാൻ തയ്യാറായവർ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആശയവിനിമയം നടത്തുന്നവർ, വ്യക്തി കേന്ദ്രീകൃതമായും അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ളൊരു ചർച്ചകളോ കാര്യങ്ങളോ നിലവിലുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകേണ്ടതുണ്ടോ, എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത്, ആ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം പല രീതിയിലുള്ള ചർച്ചകൾ പല ഭാഗങ്ങളിലായിട്ട് തന്നെയുണ്ട്. കേരള കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അങ്ങനെ പല ചർച്ചകളും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ സ്വീകരിക്കേണ്ട നയം എന്താകണം, നിലപാടെന്താകണം എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായ രീതിയിലുള്ളൊരു ചർച്ച തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യത്തിൽ സംശയമില്ല. കാരണം UDF ഇപ്പോൾ കുറേ കൂടി ആത്മവിശ്വാസമുള്ളൊരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ അനുഭവങ്ങളും പാഠങ്ങളും തന്നെയാണ്. അപ്പോൾ ഇനി എന്ത് അങ്ങോട്ട് എന്നതാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. കാരണം UDF സംവിധാനങ്ങൾ കുറേ കൂടി ഏകോപനത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ മികച്ച ഒരു വിജയം നേടാൻ കൈവരിക്കും എന്ന് തന്നെയൊരു ആത്മവിശ്വാസത്തിലേക്ക് നിലവിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ്. ഒരുപക്ഷെ അല്പസമയത്തിനകം KPCC പ്രസിഡന്റിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 10 മണിക്ക് ശേഷമാണ് യോഗം ആരംഭിക്കുന്നതെങ്കിലും ഒരു പ്രതികരണം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ഉണ്ടാകാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്നത്തെ UDF യോഗം വളരെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ വരുന്നു. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വീകരിക്കേണ്ട നയങ്ങൾ, നിലപാടുകൾ എന്നിവ സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ എല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ശ്രീജ, ഡാനി, ഇതിനിടയിൽ അറിയേണ്ടത് എപ്പോഴും ഇങ്ങനെ ഒരു മുൻകൂട്ടിയൊക്കെ തുടക്കമൊക്കെ ഇടുമ്പോൾ പോലും പിന്നീട് ഉണ്ടാവാറുള്ളത് തർക്കങ്ങളാണ്, പ്രശ്നങ്ങളും എതിർസ്വരങ്ങളും ഒക്കെയാണ്. അത് UDFന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് പുതിയ കക്ഷികൾ വരട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ PJ ജോസഫ് വളരെ പ്രത്യക്ഷമായി തന്നെ പറഞ്ഞു, പ്രസക്തിയില്ലാത്ത മാണി ഗ്രൂപ്പിനെ പോലെയുള്ളവരെ ഇങ്ങോട്ട് വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്ന് പറയുന്നു. പക്ഷേ സ്വാഭാവികമായും കേരള കോൺഗ്രസ് M വന്നാൽ ഉണ്ടാകുന്ന ആ മേഖലയിൽ കൂടി ഉണ്ടാകാൻ പോകുന്ന ഒരു നേട്ടത്തെക്കുറിച്ച് UDFൽ കൃത്യമായ വിലയിരുത്തലുകളുണ്ട്. അങ്ങനെയെങ്കിൽ PJ ജോസഫിന് അത് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? മറുപുറത്ത് നിന്ന് അവർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആ തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ UDF കടന്നിട്ടുണ്ടോ നിലവിൽ? ശ്രീജ, ഇത്തരം കാര്യങ്ങളിൽ പ്രാഥമികമായ രീതിയിലുള്ളൊരു ചർച്ചകളിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ട്. അത് അനൗദ്യോഗികമായിട്ട് തന്നെ അത്തരം ചില സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ PJ ജോസഫിന് നടക്കമുണ്ടാകുന്നത്. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരള കോൺഗ്രസിന് വേണ്ടി എപ്പോഴും ഒരു പൂർണ്ണമായ ഒരു അടച്ചിട്ടൊരു വാതിലൊന്നുമല്ല UDF എന്ന് പറയുന്നത്. കാരണം ആ കേരള കോൺഗ്രസിൻ്റെ ഒരു ബെൽറ്റ്, കേരള കോൺഗ്രസ് UDF സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് തിരിച്ചു വരാൻ കഴിയുന്ന എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ കഴിയുമെന്ന രീതിയിലുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ UDFന് എപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. പല നേതാക്കളുടെ പ്രസ്താവനകളും അത് തന്നെയാണ്. ഒരുപക്ഷെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അതിന് മുന്നോടിയായിട്ട് ആ രീതിയിലുള്ളൊരു ക്രിയാത്മകമായ ചർച്ചകൾ അതിന് മുൻപേ തന്നെ നടക്കും എന്ന് തന്നെയാണ് പൊതുവിൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവിൽ തന്നെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ മേഖലയിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ കൂടുതൽ സ്വാധീനമുള്ള ഒരു പ്രാദേശിക പാർട്ടി, കൂടുതൽ സ്വാധീനമുള്ള
മേഖലകളെല്ലാം തന്നെ ഒരുമിച്ച് നിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത UDF-നുണ്ട്. അത് കേരള കോൺഗ്രസിലെ പല ഘടകങ്ങൾക്കുമുണ്ട്. ആരും ആരുടെയും അവസരങ്ങൾ കവരില്ല എന്ന ഒരു ഉറപ്പ് തന്നെയാണ് ഇതിൽ PJ ജോസഫ് അടക്കമുള്ളവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം മറ്റൊരു കേരള കോൺഗ്രസ് കൂടി ഇതിലേക്ക് എത്തുമ്പോൾ എന്താണ് തങ്ങളുടെ ഒരു അവസ്ഥ, എങ്ങനെയായിരിക്കും സംവിധാനങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഏതൊക്കെ സീറ്റുകൾ ആർക്കൊക്കെ, ഘടകകക്ഷികൾക്ക് സീറ്റ് വിഭജിച്ചു നൽകുന്നതിലെ അതിലെ സാങ്കേതികത്വം തന്നെയാണ് കൂടുതലായിട്ട് തന്നെയും ഇതിൽ വിഷയമാകുന്നത്. എങ്ങനെയാണ് ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. സീറ്റ് ചർച്ചകൾ തുടങ്ങി വെക്കുമ്പോഴേക്കും ഭരണമാണ് ആവശ്യം. കാരണം 10 വർഷമായി UDF ഇതിന് പുറത്തു നിൽക്കുന്ന, ഭരണത്തിന് പുറത്തു നിൽക്കുന്നതാണ്. കഴിഞ്ഞ ടൈമിൽ അടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. CPM ഇടതുമുന്നണി ഒരു തുടർച്ചയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പോഴും വലിയ ആധിപത്യമൊന്നും നേടാനാകില്ല എന്ന രീതിയിലുള്ള ചൂണ്ടിക്കാണിക്കലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ കവച്ചു വെച്ചുകൊണ്ട്, അതിനെ മറികടന്നുകൊണ്ട് ആധികാരിക വിജയം നേടാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുമയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കൂടുതൽ മുന്നണികളെ അല്ലെങ്കിൽ കൂടുതൽ ഘടകകക്ഷികളെ ചേർത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അനായാസ വിജയം നേടാനായിട്ട് സംസ്ഥാനത്ത് കഴിയുമെന്ന ഒരു വിലയിരുത്തൽ UDF-ന് തന്നെയുണ്ട്. അതിൽ മറ്റുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ഈ കേരള കോൺഗ്രസ് സംവിധാനങ്ങളെ അടക്കം പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സീറ്റ് കവർച്ച എന്ന സംബന്ധിയാണ്. സീറ്റ് കൂടുതലായിട്ട് ആരെയും നഷ്ടപ്പെടാതെ കൃത്യമായി വീതം വയ്ക്കാനും കൃത്യമായിട്ട് അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും എല്ലാം തന്നെ കഴിയേണ്ടതുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കുള്ളൊരു ചർച്ചകൾ തുടങ്ങി വയ്ക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിൽ അത്തരം ചില അനൗദ്യോഗികമായ ചില സംഭാഷണങ്ങൾ പലയിടത്തും നടന്നതായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അത് ഔദ്യോഗിക തലത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്കറിയാം ഈ സീറ്റ് വിഭജന ചർച്ചകൾ തന്നെയാണ് UDF-ൽ എക്കാലവും കീറാമുട്ടിയാവുന്നത്. കാരണം ഇതിനെ ചൊല്ലി തന്നെയാണ് പരസ്പരം പോരടിച്ചിട്ടുള്ളതും പോർവിളിച്ചിട്ടുള്ളതും ഇറങ്ങിപ്പോക്കടക്കം എന്തിനിപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ വിഭാഗമടക്കം പുറത്തേക്ക് പോകേണ്ട സാഹചര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു അനുനയവും ഒരു സമന്വയവും എല്ലാം തന്നെ അതിൻ്റെ സാധ്യതകളുടെ വഴികൾ തന്നെയാണ് UDF പരിശോധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഒരുമിച്ച് നിന്നാൽ വീണ്ടും വിജയം ആവർത്തിക്കാൻ കഴിയും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ആധികാരിക വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അത് അപ്രാപ്യമായ കാര്യമല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ്. ഏതായാലും അത്തരം ചർച്ചകൾക്കെല്ലാം തന്നെ തുടക്കമാവുകയാണ്. ഇനി അധിക കാലം തെരഞ്ഞെടുപ്പിന് ബാക്കിയില്ല. അപ്പോൾ അതിനു മുൻപായിട്ട് തന്നെ ഇത്തരം ചർച്ചകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ ചർച്ചകളുടെ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെയായിരിക്കും ഇന്നത്തെ UDF യോഗത്തിന് നമ്മൾ കാണേണ്ടത്. ശ്രീജ. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിൽ വളരെ നിർണായകമായ UDF-ന്റെ യോഗമാണ് ഇന്ന് ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ ആത്മവിശ്വാസത്തിലാണ് UDF. ഇനി മുന്നിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഈ വിജയം അതേപടി ആവർത്തിക്കാൻ, അല്ലെങ്കിൽ ഇതിലും മെച്ചപ്പെട്ടൊരു വിജയം നേടാൻ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയണം, അതിൻ്റെ പ്രാഥമിക ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ആരംഭിക്കും. ഇനി പെരിന്തൽമണ്ണയിലേക്കാണ് നമ്മൾ പോകുന്നത്. പെരിന്തൽമണ്ണയിൽ ഇന്നലെ രാത്രി ഉണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് പ്രഖ്യാപിച്ച UDF-ന്റെ ഹർത്താൽ പിൻവലിച്ചിരിക്കുകയാണ്. പ്രതികളെ പോലീസ് പിടികൂടിയ സാഹചര്യത്തിലും പൊതുജനങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന അസൗകര്യങ്ങൾ കണക്കിലെടുത്തുമാണ് ഹർത്താൽ പിൻവലിച്ചതെന്നാണ് വിശദീകരണം. ഇപ്പോൾ നജീബ് കാന്തപുരം MLA മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയ സംപ്രേഷണം ഉണ്ടാക്കിയ പോലെ ഒരു ഗൂഢാലോചന നടത്തി ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പച്ച നുണ പ്രചരിപ്പിച്ചു. CPM-ന്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടായി എന്നതായിരുന്നു ആ നുണ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, CPM-ന്റെ ഓഫീസിന് നേരെ കല്ലേറുണ്ടാകണമെങ്കിൽ ആ CPM-ന്റെ ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവർത്തകനെങ്കിലും പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. അതുണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു നുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട്, അത്തരമൊരു കള്ളപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് CPM ഒരു വലിയ ഗൂഢാലോചന നടത്തി ആളുകളെ വിളിച്ചു ചേർക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ആ സന്ദർഭത്തിൽ വിചാരിച്ചൊരു കാര്യം, CPM-ന്റെ നേതാക്കൾ ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുൻകൈ എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ CPM-ന്റെ നേതൃതലത്തിൽ ആലോചിച്ചുകൊണ്ട് അതിൽ CPM-ന്റെ കൗൺസിലർമാരടക്കം മുന്നിട്ടിറങ്ങിയിട്ടാണ് ഇത്തരമൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പതിവ് പോലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM തോൽക്കും. CPM തോറ്റാൽ ആദ്യമായിട്ട് അവർ നടത്തുന്ന ആക്രമണം മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ, ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ, അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പോലീസിന് ഇക്കാര്യം വളരെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്യാമായിരുന്നു.
പക്ഷേ പോലീസ് നോക്കി നിൽക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ. ഞങ്ങൾ ഈ അടുത്ത് ഒരു 6 മാസം മുമ്പാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് വളരെ മനോഹരമായി നവീകരിച്ചത്. ആ ഓഫീസാണ് പൂർണ്ണമായും അടിച്ച് തകർത്തിരിക്കുന്നത്. ഇതൊരു കണ്ണൂർ മോഡൽ ആക്രമണമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആക്രമണം കൊണ്ട് നേരിടാൻ UDF ആഗ്രഹിക്കുന്നില്ല. കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF LDF അല്ല എന്നതുകൊണ്ടാണ്. അത്തരമൊരു ആക്രമണവും അത്തരമൊരു ഗുണ്ടായുസവും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് CPMൻ്റെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള വാർഡുകളിൽ പോലും അവർ തോറ്റമ്പിയത്. സ്വാഭാവികമായിട്ടും അത്തരമൊരു പരാജയമുണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കുന്നതിന് പകരം ഏറ്റവും നീചമായ ഒരാക്രമണം വീണ്ടും ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിടുകയാണ്. അപ്പോൾ രാത്രി UDFൻ്റെ മുഴുവൻ നേതാക്കന്മാരും രാത്രി തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോടൊപ്പം ഞങ്ങളുടെ പ്രതിഷേധ സമരവുമായി തെരുവിലിറങ്ങി നട്ടപ്പാതിര വരെയും ആ സമരം തുടർന്നു. സമരത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി മുന്നോട്ട് വെച്ചൊരു കാര്യം, പ്രതികളെ പിടിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. പ്രതികളെ പിടിച്ച സാഹചര്യത്തിലാണ് ഇന്നലെ വൈകി പ്രഖ്യാപിച്ച ഹർത്താലിൽ നിന്ന് ഇപ്പോൾ UDF പിന്നോട്ട് പോയിരിക്കുന്നത്. രാവിലെ അപ്രതീക്ഷിതമായൊരു ഹർത്താൽ ഉണ്ടായാൽ പെരിന്തൽമണ്ണ പോലൊരു സ്ഥലം വളരെ കാര്യമായി തന്നെ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കും. ആ സാഹചര്യത്തിൽ ഒരു എതിർപ്പൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പിൻവലിച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും പ്രതികളെ പിടിച്ച സാഹചര്യത്തിൽ തൽക്കാലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഹർത്താൽ പിൻവലിക്കുന്നുവെന്നാണ് UDFന്റെ വിശദീകരണം. മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് CPM പ്രവർത്തകർ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. വൈകിട്ട് നടന്ന UDF വിജയാഘോഷത്തിനിടെ CPM ഓഫീസിന് നേരെയുണ്ടായ കല്ലേറിൽ പ്രതിഷേധിച്ച് LDF നടത്തിയ പ്രകടനത്തിനിടെയാണ് ലീഗ് ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത്. ലീഗ് ഓഫീസ് ആക്രമിച്ച കേസിൽ 5 പേരാണിപ്പോൾ കസ്റ്റഡിയിലുള്ളത്. കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് ഭാവി പരിപാടികളാണ് UDF പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവി വിലയിരുത്താൻ CPM ഇതുവരെ സംസ്ഥാന തലത്തിലുള്ളൊരു യോഗം ചേർന്നിട്ടില്ല. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും വീഴ്ച ഉണ്ടായെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിട്ടുണ്ട്. വിമതരെ നിയന്ത്രിക്കാനാകാത്തതും സംഘടനാ സംവിധാനങ്ങളിലെ പാളിച്ചയും പരിശോധിക്കും. ജില്ലാ കമ്മിറ്റി അംഗം SA സുന്ദർ ചാലയിൽ തോറ്റതിലും പരിശോധന ഉണ്ടാവും. CPIയുമായി അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളുടെ വീതം വെക്കലും ചർച്ചയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. RP ശിവജിയാണ് മേയർ സ്ഥാനാർത്ഥി. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. റിമാൻഡിൽ തുടരുന്ന ഇവർക്ക് വേണ്ടി SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. 109 ഗ്രാം സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് SIT കണ്ടെത്തിയത്. പണിക്കൂലിയായി കിട്ടിയതാണ് ഈ സ്വർണം എന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ച് ഗോവർദ്ധൻ ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, SIT ഒരു സൈഡിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റിലേക്ക് കടന്നത്. ഇനി ഇവരിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ഒരു പക്ഷേ കിട്ടാനിടയുള്ളത്, രേഖകൾ കിട്ടാനിടയുള്ളത്. ആരാണിത് ഏൽപ്പിച്ചത്, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം, അതിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവരെ ചോദ്യം ചെയ്താൽ അറിയാൻ കഴിയുമല്ലോ. സ്വാഭാവികമായി SITയുടെ അടുത്ത നീക്കം എന്താണ്? ശ്രീജ, തീർച്ചയായും ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട 2 പേർ, അതായത് ഈ ഒരു ഗോവർദ്ധനും ഒപ്പം തന്നെ ഈ 2 പേരാണ് പ്രധാനമായിട്ടും ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ പ്രധാനമായും തുടക്കം തൊട്ട് തന്നെ ആരോപണ വിധേയരായിരുന്നു. വളരെ വൈകിയാണെങ്കിലും അവർ അറസ്റ്റിലേക്ക് കടന്നു. ഇപ്പോൾ അവരെ കസ്റ്റഡി അപേക്ഷയിലേക്ക് SIT സംഘം കടക്കുകയാണ്. ആ സമയത്താണ് ഇതിലെ ഗോവർദ്ധൻ ഒപ്പം ഈ ഒരു ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അതിൽ തീർത്തും SITക്കെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു ജാമ്യാപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പ്രധാനമായും പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഈ ഒരു സ്വർണം പിടിച്ചത്, അതായത് ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നും സ്വർണം പിടിച്ചത് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നും ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടത്തിയ എല്ലാ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഒപ്പം തന്നെ തൻ്റെ ഈ ഒരു സമ്പത്തിൻ്റെ 5 മുതൽ 6% വരെ ഈ ഒരു ശബരിമലയ്ക്ക് വേണ്ടി നീക്കി വെക്കാറുണ്ട്. അത് ഒരു പുണ്യപ്രവർത്തി എന്ന നിലയിലാണ് ഈ ഒരു സ്വർണ്ണപ്പാളി അടക്കം ഈ ഒരു പ്രക്രിയയിൽ പങ്കാളിയാവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം നിർബന്ധിച്ചത്. താൻ നിരപരാധിയാണെന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ ജാമ്യ
ജാമ്യാപേക്ഷയുമായി ഈ ഒരു ഗോവർദ്ധനം മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇവർ രണ്ടുപേരെയും, പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് SIT മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഈ ഒരു സ്വർണം, അതായത് പൂർണ്ണമായും സ്വർണം കണ്ടെടുക്കുക, ഇതിൽ ഏതൊക്കെ തരത്തിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, മാത്രമല്ല ഈ ഒരു ശബരിമലയെ ബന്ധപ്പെട്ട് അത് എളുപ്പത്തിൽ ഈ ഒരു സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയി ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുക എന്നത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം ഉന്നതരിൽ പങ്കാളികളായിട്ടുണ്ട്, ഗൂഢാലോചന ഏതൊക്കെ തലത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായവരിലും ഭൂരിഭാഗം പേർ, അതായത് ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിലേക്കും മാത്രമല്ല ഈ ഒരു ഭരണതലത്തിലും ആരൊക്കെ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വിശദമായ ഒരു ചിത്രം തെളിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കും, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ബോർഡ് അംഗങ്ങളെ അടക്കം ഈ ഒരു ചോദ്യം ചെയ്യലിനും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യാനടക്കം നീക്കം ഇപ്പോൾ SIT നീങ്ങിയിരിക്കുന്നു. ഈ ഒരു ഹൈക്കോടതിയുടെ ഗുരുതരമായ ഒരു പരാമർശം, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ഈ ഒരു അന്വേഷണത്തിൽ അലംഭാവം കാണിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഗുരുതരമായൊരു വിമർശനം ഉയർത്തിയിരുന്നു. ഈ ഒരു സ്വർണം, ഈ ഒരു ഭഗവാന്റെ സ്വർണം കാക്കേണ്ടവർ തന്നെ അത് നശിപ്പിക്കുന്ന തരത്തിലേക്ക് നടത്തിയ ഒരു വലിയൊരു അഴിമതിയാണ് സ്വർണ്ണക്കൊള്ള എന്നൊക്കെയായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. അതിനുശേഷമാണ് വീണ്ടും SIT കൂടുതൽ ഊർജ്ജസ്വലരായിക്കൊണ്ട് ഈ ഒരു അറസ്റ്റിലേക്കും അതിനൊപ്പം തന്നെ ചടുലമായ നീക്കങ്ങളിലേക്കും കടന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇനി കൂടുതൽ ഉന്നതരിലേക്കും അന്വേഷണം എത്താനൊരു സാധ്യതയുണ്ട്. തുടക്കം തൊട്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ ഈ ഒരു അന്വേഷണത്തിൽ ഒരു അലംഭാവം കാണിക്കുന്നു എന്ന് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനമടക്കം. അതിനുശേഷമാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ ഉടമയിലും പിന്നെ ഗോവർദ്ധനെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെയാണ് ഈ ഒരു ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി ഗോവർദ്ധൻ നീങ്ങുകയും ചെയ്യുന്നത്. ഇതിൽ ഹൈക്കോടതിയുടെ തീരുമാനമടക്കം നിർണായകമാണ്. കാരണം ഈ ഒരു കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമോ എന്ന കാര്യമടക്കം ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയിൽ എടുത്ത് കൂടുതൽ സ്വർണം കണ്ടെത്താനും ഒപ്പം തന്നെ ഇത് ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആരൊക്കെയാണ്, എത്ര ഉന്നതരിലേക്ക് കാര്യങ്ങൾ ഇവരിൽ നിന്നും എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ശ്രീജ, ശരി, സാരൻ സുധാകരനാണ് വിവരങ്ങൾ. കടുവാ ഭീതിയിൽ പുൽപ്പള്ളിയിലെ കാപ്പിസെറ്റ് മേഖല, ദേവർഗദ്ദ ഉന്നതിയിലെ ആദിവാസി വയോധികനെ കൊലപ്പെടുത്തിയ കടുവയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശത്ത് കൂടുവെച്ച് കടുവയെ പിടികൂടാനും അതിന് കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വെക്കാനും നിർദ്ദേശിച്ചുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പുറത്തിറങ്ങി. വയനാട്ടിൽ നിന്ന് ജയരാജ് ബത്തേരി വിവരങ്ങളുമായി. ജയരാജ്, വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ഇന്നലെ തന്നെ വനം വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇത് പ്രചരണ കാലമാണ്, അതുകൊണ്ടുകൂടി കുറച്ചധികം ജാഗ്രത വേണമെന്ന്. ഈ ഏത് രീതിയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്? ഇത് ജനവാസ മേഖലയാണോ? ഈ കടുവ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ കാണാനൊക്കെ എത്ര സാധ്യതയുള്ള സ്ഥലമാണ്? ശ്രീജ, കടുവയ്ക്കായുള്ള തെരച്ചിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു, കടുവയെ കിട്ടിയില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടിക്കുക എന്നുള്ളത്. എന്തായാലും ആദ്യം കൂട് വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. കൂട് 2 സ്ഥലത്തായിട്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കൂട്ടിൽ ഇതുവരെ കടുവ കുടുങ്ങിയിട്ടില്ല. അതോടൊപ്പം തന്നെ കാട്ടിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഒരു അക്രമകാരിയായ കടുവ എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇതിനെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഈ കടുവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കേരളത്തിലോ കർണാടകയിലോ തമിഴ്നാട്ടിലോ വിവരശേഖരത്തിൽ ഉൾപ്പെടാത്ത ഒരു കടുവയാണെന്നുള്ളതും വലിയ ആശങ്ക നൽകുന്നുണ്ട്. ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പ്രജനന കാലമാണ്. കാരണം കടുവകളുടെ പ്രജനന കാലത്ത് കടുവകൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന പതിവ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് കിലോമീറ്ററുകളോളം സഞ്ചരിക്കുമെന്നാണ് പറയുന്നത്. അത് ഇണ തേടുന്നതിനും അല്ലെങ്കിൽ ഇണ ചേരുന്നതിനും തേടുന്നതിനും ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള സഞ്ചാരം. അത് നവംബർ മുതൽ ഏപ്രിൽ വരെ കടുവകളുടെ ഒരു പ്രജനന കാലം എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ കടുവകളുടെ ഒരു സാന്നിധ്യം ഈ വനപ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ വനത്തിനോട് ചേർന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പുൽപ്പള്ളി കാപ്പിസെറ്റ് ദേവഗദ്ദ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു ജനവാസ കേന്ദ്രമാണ്. കൂടുതലും അവിടെ ആദിവാസി വിഭാഗമാണ് കാടിനോട് അടുത്ത് താമസിക്കുന്നത്. എന്തായാലും ഈ കൂമൻ എന്ന് പറയുന്ന ആദിവാസിയെ കൊലപ്പെടുത്തിയ ഈ നരഭോജിയായ കടുവയെ പിടികൂടുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. എന്തായാലും ഇതുവരെ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ ഈ കൂമനെ ആക്രമിച്ചത് 20-ാം തീയതിയാണ്. അന്ന് രാത്രി ഈ ക്യാമറയിൽ കടുവയുടെ ഒരു ചിത്രം പതിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് കടുവ എവിടെയാണ് എന്നുള്ളത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇതിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് കൂടി കടുവയെ ഇന്നലെ കാണുകയുണ്ടായത് കൂടിയാണ് ഇപ്പോൾ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ, ശരി, ജയരാജാണ് നൽകിയത്. അതേസമയം പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ കടുവ കെണിയിൽ വീണു.
പ്രദേശത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ കൊന്നിരുന്നു. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, പ്രദേശത്ത് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ആ കടുവയാണ് ഇപ്പോൾ കുടുങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വനം വകുപ്പ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കുമ്പളത്തുമൺ പ്രദേശങ്ങളിലെ കടുവയുടെ ശല്യം വലിയ രൂക്ഷമായിരുന്നു. കാരണം വീട്ടിലെ വളർത്തുമൃഗങ്ങളെല്ലാം സ്ഥിരമായി പിടിച്ചുകൊണ്ട് പോകുന്നൊരു ഇവ ആക്രമിക്കുന്നതും പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പ്രദേശവാസികളെല്ലാം ആശങ്കയിലായിരുന്നു. വനമേഖലയോട് ചേർന്നൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പരാതിയെ തുടർന്ന് വനം വകുപ്പ് കഴിഞ്ഞ ദിവസമാണ് കൂട് സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിക്കാൻ കാരണം കഴിഞ്ഞ ദിവസവും ഒരാടിനെ കടുവ പിടിച്ചിരുന്നു. പിന്നീട് ആ ആടിനെ ആളുകൾ ബഹളം വെച്ചോട് ആടിനെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോവുകയാണുള്ളത്. ആ ആടിനെ തന്നെ ഒരു കൂട്ടിലേക്ക് വെച്ചിട്ടാണ് വനം വകുപ്പ് കെണി വെച്ചത്. എന്തായാലും ആ കെണിയിൽ തന്നെ കടുവ ഇന്നലെ രാത്രി വീണിരിക്കുന്നത്. രാവിലെയോടുകൂടിയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത്. എന്തായാലും കടുവ 8 വയസ്സുള്ള കടുവയാണ് ഈ കെണിയിൽ വീണിട്ടുള്ളത്. ഇതിനെ വെറ്റിനറി ഡോക്ടറുടെ പരിശോധന ആവശ്യമാണ്. ആ പരിശോധനയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധനയ്ക്ക് ശേഷം ആ കാട്ടിലേക്ക് കൂട്ട് തുറന്നു വിടാനുള്ള തീരുമാനത്തിലാണ് വനം വകുപ്പുള്ളത്. എന്തായാലും വനപാലകരെല്ലാം സ്ഥലത്തെത്തി ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. ഈ കൂട് അവിടുന്ന് നീക്കം ചെയ്തതിന് ശേഷം കൊണ്ടുപോയി ഈ ഗവി മേഖലയൊക്കെയാണ് സാധാരണ ഈ കടുവയെ കൊണ്ടുവിടുന്ന പ്രദേശം. അവിടെ കൊണ്ടുവിടാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും, ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയതിനു ശേഷമായിരിക്കും കടുവയെ തുറന്നുവിടുക. എന്തായാലും കഴിഞ്ഞ ഒരു 3-4 മാസമായി ഈ പ്രദേശത്തെ പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്ന രീതിയിലേക്ക് കടുവയുടെ ആക്രമണം പല സ്ഥലത്ത് വളർത്തുമൃഗങ്ങളെ സ്ഥിരം പിടിച്ചുകൊണ്ട് പോവുക, അത്തരത്തിലൊരു വലിയ ആളുകൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം നാട്ടുകാർ പരാതി ഇങ്ങനെ വനപാലകരോട് പറയുകയും അത് പിന്നെ കടുവയാണെന്ന് സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് ഈ കൂട് സ്ഥാപിക്കുന്നതിലേക്ക് വന്നത്. എന്തായാലും കടുവ ഇപ്പോൾ കെണിയിൽ വീണിരിക്കുന്നു. ആരോഗ്യവാനായ കടുവ തന്നെയാണ്. വലിയ മറ്റു കാര്യങ്ങളോ അസുഖങ്ങളോ ഒന്നും ഇല്ലെന്നാണ് പ്രാഥമികമായ ഒരു പരിശോധന കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷം എന്തായാലും വെറ്റിനറി ഡോക്ടർ കൃത്യമായ ഒരു പരിശോധന കൂടി നടത്തേണ്ടതായിരുന്നു. അത് വനംവകുപ്പിന്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചതിനു ശേഷമായിരിക്കും കടുവയെ പിന്നീട് കാട്ടിലേക്ക് തുറന്നുവിടുക. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീജ. ശരി, ശശിനാരായണൻ. ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. UDF യോഗത്തിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് ഇന്ന് ചർച്ച ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിന്നാണ് ഞാനും കാണുന്നത്. ഇന്ന് ചർച്ച ചെയ്യാം ആ വിഷയങ്ങൾ. അത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. ആ ചർച്ചകളുടെ പ്രാരംഭം എങ്ങനെ ചർച്ച തുടങ്ങണമെന്ന് ചർച്ച ചെയ്യാം. ചർച്ചയിലേക്കല്ല, ചർച്ച തുടങ്ങാനുള്ള ചർച്ചയാണ്. ജനകീയമായിട്ടുള്ള അടിത്തറ വർദ്ധിപ്പിക്കും, വികസിപ്പിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങളത് സംശയത്തോടെ കണ്ടു. അത് വികസിപ്പിച്ചിരിക്കുന്നു. ഇനിയും അത് വികസിപ്പിക്കാം, കൂടുതൽ വികസിപ്പിക്കാം. അതൊന്നും ചർച്ചയിലേക്ക് വന്നിട്ടില്ല. അത് പാർട്ടിയോടെ തീരുമാനിക്കേണ്ടതാണ്. എറണാകുളം DCC ഇവിടുത്തെ നേതാക്കന്മാർക്കും കൗൺസിലർമാർക്കും അതിനുള്ള ചുമതലയുണ്ട്. അവരത് സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് ഞാനും പേപ്പറിൽ നിന്നുണ്ട്. ഞാനൊരു പേരിലും ചർച്ച ചെയ്യും. ഞാൻ പങ്കാളിയല്ല. ഒന്നുമില്ല, ഒരാശങ്കയില്ല. വളരെ അന്ന് ആലോചിച്ചിട്ടില്ല. ഞാനതിൻ്റെ അകത്ത് എനിക്കറിയില്ല. ഐ എം നോട്ട് ഇൻഫോംഡ് അറ്റ് ഓൾ. പൂർണ്ണ നിയന്ത്രണം എന്നല്ല. ഇവിടെ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവുണ്ട്, KPCC ഭാരവാഹികളുണ്ട്, DCC. ആവശ്യമെങ്കിൽ മാത്രമേ നമ്മളൊക്കെ ചർച്ച ചെയ്യുള്ളൂ. അത് ഞാനറിയില്ല. ഐ എം നോട്ട് ഇൻഫോംഡ്. ശരി, അറസ്റ്റ് ചെയ്യോ? ഹൈക്കോടതിയെ അവസാനം പറഞ്ഞത് എന്താണ്? ഞാനും ആ വിധി വായിച്ചിട്ടില്ലേ? ഇത് അന്വേഷണ സംഘത്തിന്റെ മെല്ലപ്പോക്കാണ്. യഥാർത്ഥ നേതൃത്വം വഹിച്ചവരെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. കോടതി പറഞ്ഞു ഉന്നതന്മാരിനിയും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അവരെ പിടിക്കാനുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മോഷണ കേസാണല്ലോ ഇത്. ആത്യന്തികമായിട്ട് സംഘടിത മോഷണം, ഗൂഢാലോചന, അതെല്ലാം ഉണ്ട്. എവിടെ പോയി നഷ്ടപ്പെട്ട സ്വർണം? അത് വീണ്ടെടുക്കണ്ടേ? ഒന്നത് ശബരിമലയ്ക്ക് കിട്ടണം, വിശ്വാസത്തിന്റെ ഭാഗമാണ്, സ്വത്ത് സംരക്ഷണത്തിന്റെ ഭാഗമാണ്. 2 കേസിന്റെ എവിഡൻസിന്റെ കൂടി ഭാഗമാണ്. നഷ്ടപ്പെട്ട മോഷണ വസ്തുക്കൾ കണ്ടെത്തി അത് തെളിവിന്റെ ഭാഗമാക്കിയിട്ട് സമർപ്പിക്കുക എന്നുള്ളതും കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗം.
SITയുടെ അന്വേഷണം പൂർണ്ണ തൃപ്തിയല്ലെന്ന് ആദ്യം പറഞ്ഞത് ഒരുപക്ഷെ ഞങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. SIT അന്വേഷണം പൂർണ്ണ സംതൃപ്തിയുള്ളതല്ല. കാരണം അതിൽ കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചരടുണ്ട് അവരുടെ പിന്നിൽ. അതുകൊണ്ടാണ് അതിൽ പൂർണ്ണ സംതൃപ്തിയില്ല എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. കോടതി വിധിയിലെ വാക്യങ്ങൾ അത് തന്നെയല്ലേ. കോടതിയുടെ മുമ്പിലുള്ളതാണ്, കോടതി തീരുമാനിക്കുന്നത്. പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അജ്ഞാത വോട്ടർമാർ SIR-ന് ശേഷം അത് പരിശോധിക്കേണ്ട വിഷയമാണ്. SIR-ന് ഒരുപാട് അപാകതകളുണ്ട്, ASD ലിസ്റ്റിൽ ഒരുപാട് അപാകതകളുണ്ട്, പരിഹരിക്കണം. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. സമയം ഇതിന്റെ അകത്ത് കിട്ടിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും SIR-ഉം ഒരുമിച്ച് വന്നത് ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ സുപ്രീം കോടതിയിൽ തന്നെ കേസുണ്ട്. കോടതിയുടെ നിർദ്ദേശം പോലും ഇലക്ഷൻ കമ്മീഷൻ വേണ്ടത്ര ഗൗരവത്തിൽ പരിഗണിച്ചിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കണം. ഇന്ന് നിർണായക യോഗം നടക്കുന്നതിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് CPM. തോൽവിയുടെ കാരണം കണ്ടെത്താൻ 22 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയാണ് കീഴ്ഘടകങ്ങൾക്ക് CPM നൽകിയത്. വോട്ട് ചേർക്കൽ മുതൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളും പ്രദേശത്ത് വർഗീയ സംഘടനകളുടെ വളർച്ചയുമൊക്കെ വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, സാധാരണഗതിയിൽ ഒരു തോൽവി ഉണ്ടാകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല വേണ്ടത്, വിവരങ്ങൾ തേടുകയാണ് വേണ്ടത്. പക്ഷേ ഇതിപ്പോൾ ഒരു ചോദ്യാവലിയൊക്കെ ആയി ആണെന്ന് തോന്നുന്നു CPM അന്വേഷണത്തിനിറങ്ങുന്നത്. എന്തായിരിക്കും മോഡസ് ഓപ്പറാൻഡി? ശ്രീജ, സാധാരണഗതിയിൽ CPM തോൽവിയുടെ കാരണങ്ങൾ ആദ്യം പഠിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. പിന്നീട് സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ പഠിച്ച് ഈ കാര്യങ്ങൾ താഴേക്ക് പോകും. താഴെ ബ്രാഞ്ച് തലം വരെ അവർ ആ റിപ്പോർട്ട് നേതൃത്വത്തിൻ്റെ തോൽവിയുടെ കാരണങ്ങൾ, വീഴ്ചകൾ എവിടെയെന്നൊക്കെ കണ്ടെത്തുന്ന റിപ്പോർട്ടുകൾ കീഴ്ഘടകങ്ങൾ ചർച്ച ചെയ്യാൻ കൊടുക്കും. പിന്നീട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ കൂടി, അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചാണ് അന്തിമ റിവ്യൂ റിപ്പോർട്ട്, തോൽവിയായാലും വിജയമായാലും അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് CPM തയ്യാറാക്കുക. ഇത്തവണ അങ്ങനെയല്ല. സെക്രട്ടേറിയറ്റ് കാര്യമായി ഈ വിഷയത്തിൽ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടില്ല. പ്രാഥമിക വിലയിരുത്തൽ മാത്രമാണ് MV ഗോവിന്ദൻ നേതൃത്വത്തിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. സംസ്ഥാന സമിതി ഈ ആഴ്ച ചേരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ കീഴ്ഘടകങ്ങളോട് ഒരു നിർദ്ദേശം നൽകുകയായിരുന്നു CPM. തോൽവിയുടെ കാരണങ്ങൾ വളരെ കൃത്യമായി തന്നെ പഠിച്ച് പറയണം. ഒരു ക്വസ്റ്റ്യനെയറാണ് CPM ഇത്തവണ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. അത് ബൂത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായും പാർട്ടി ഘടകങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളായി മാറും. ബൂത്ത് കമ്മിറ്റികൾക്ക് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ റിവ്യൂ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് 22 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ക്വസ്റ്റ്യനെയറാണ് CPM നൽകിയിരിക്കുന്നത്. ആദ്യം അതിൽ ഏരിയയിൽ നടത്തിയ തയ്യാറെടുപ്പുകൾ, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്ന പ്രവർത്തനം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അതുതന്നെയാണ്. അതിൽ വീഴ്ചയുണ്ടായെന്ന കാര്യത്തിൽ പരിശോധനയ്ക്കാണ് നിർദ്ദേശം നൽകുന്നത്. ബൂത്ത്, വാർഡ്, ശില്പശാല വോട്ടർമാരെ ഫലപ്രദമായി പരിശോധിച്ചു തുടങ്ങിയ ചോദ്യങ്ങൾ, നമുക്ക് ലഭിക്കുമെന്ന് കരുതി എത്ര വോട്ടുകൾ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന്. അതായത് CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ വെരിഫിക്കേഷൻ ഉണ്ട്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബൂത്തിലിരിക്കുന്ന ആളുകൾ, തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ബൂത്തിലിരിക്കുന്ന ആളുകൾ പാർട്ടിക്ക് കിട്ടാവുന്ന, മുന്നണിക്ക് കിട്ടാവുന്ന വോട്ടുകളുടെ കണക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തുകയും വരാത്ത ആളുകളെ വിളിച്ചു വരുത്തുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വച്ചതിൽ എത്ര വോട്ട് ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്, വരാതെ പോയ വോട്ടർമാർ എത്ര, LDF-ന് കിട്ടേണ്ട രാഷ്ട്രീയ വോട്ടുകൾ, അത് കിട്ടാതെ പോയ വോട്ടുകൾ എത്രയെന്ന കണക്ക് കൃത്യമായി തന്നെ ഹാജരാക്കണം. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയിൽ ഇത് കണക്കാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നവമാധ്യമ രംഗത്ത് എത്ര വാർഡുകളിൽ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്, ഈ രംഗത്ത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ നവമാധ്യമ ഇടപെടൽ എത്രത്തോളം നടത്തിയിട്ടുണ്ട്, സ്പെഷ്യൽ ക്യാമ്പയിൻ്റെ ഭാഗമായി എത്ര പത്രം, പാർട്ടി പത്രം ചെയ്തിട്ടുണ്ട്, സ്വാഭാവികമായി എപ്പോഴുള്ള ചോദ്യമാണത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വിശദമായി തന്നെ ഉൾക്കൊള്ളിക്കണം. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യണം. ഇപ്പോൾ കിട്ടിയ വോട്ടുകൾ മാത്രമല്ല, കഴിഞ്ഞ തവണ എത്ര വോട്ട് കിട്ടി, അതിന് എത്ര കുറവാണ് ഉണ്ടായെന്ന കൃത്യമായ കണക്കെടുപ്പുണ്ടാകണം. UDF-ന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ആ പ്രദേശത്ത് BJP-യുടെ നില എന്താണ്, SDP, വെൽഫെയർ പാർട്ടി എന്നിവയുടെ പ്രവർത്തനം എങ്ങനെയാണ് ഓരോ പ്രദേശത്തും എന്ന കാര്യങ്ങൾ വ്യക്തത വേണം. ഏരിയയിലെ ഫലത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, പാർട്ടി ഘടകങ്ങൾ കരുതുന്നത്, എന്താണ് തോൽക്കാനുള്ള കാരണങ്ങളെന്ന് അവർ വിലയിരുത്തുന്നു. ആ ചോദ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ചോദിക്കുന്നു. നമ്മുടെ ദൗർബല്യങ്ങൾ എന്തെല്ലാമാണ്, സർക്കാരിൻ്റെ നവംബർ പ്രഖ്യാപനം, ഏറ്റവും പ്രതീക്ഷയോട് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കാത്തിരുന്നത്, പ്രതീക്ഷയോടെ ഇരുന്നത് സർക്കാരിൻ്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ വോട്ടായി മാറുമെന്നുള്ളത് തന്നെയാണ്. അതാണ് നവംബർ പ്രഖ്യാപനം എന്ന പരാമർശവുമായി ഇതിലുള്ളത്. നവംബർ പ്രഖ്യാപനം ബന്ധപ്പെട്ട യോഗങ്ങൾ ചെയ്യണമെന്ന പാർട്ടി തീരുമാനം എത്രത്തോളം നടപ്പിലായി, നേരിട്ട് ഓരോരുത്തരെയും കാണണമെന്ന തീരുമാനം എത്രത്തോളം നടപ്പിലായി, അതായത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന വലിയ പരിശോധന CPM നടത്തുകയാണ്. വർഗ ബഹുജന സംഘടനകൾ, പോളിംഗ് സ്ക്വാഡുകൾ, വോട്ടിംഗ് രംഗത്തെ പ്രവണത എന്താണ്, യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എങ്ങനെ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട നടപടി വേണ്ടി വന്നിട്ടുണ്ടോ,
പൊതുസ്വീകാര്യ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും വല്ല പോരായ്മ, അതായത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അപര്യാപ്തതകൾ പോരായ്മകളുണ്ടോ എന്ന പരിശോധനയും ഇതിന്റെ ഭാഗമായി CPM നടത്തുന്നുണ്ട്. മുന്നണിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനം എങ്ങനെയാണിത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സംബന്ധിച്ച് പ്രത്യേകം വിലയിരുത്തൽ വേണം. ഇങ്ങനെ 22 കാര്യങ്ങൾ, തോൽവിയുടെ കാരണങ്ങൾ തേടി CPM എല്ലാ ഘട്ടത്തിലും CPM വിജയവും പരാജയവും ഒക്കെ കീഴ്ഘടകങ്ങൾ വരെ പരിശോധിച്ച് പോകാറുണ്ട്. തോൽവിയുടെ കാരണങ്ങൾ തേടി ഇത്തവണ CPM റൂട്ടിലേക്ക് പോകുമ്പോൾ, കീഴ്ഘടകങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ 22 ചോദ്യങ്ങളാണ് പാർട്ടി ഘടകങ്ങൾക്ക്, ബൂത്ത് കമ്മിറ്റികൾക്ക് മറുപടി നൽകേണ്ടി വരിക. വലിയ തിരിച്ചടിയെന്ന് CPM പരോക്ഷമായി സമ്മതിക്കുന്നതിൽ പോലും, പ്രത്യക്ഷമായി സമ്മതിക്കുന്നതിൽ പോലും പരോക്ഷമായി അവർ തിരിച്ചറിയുന്നു. വലിയ തിരിച്ചടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ തിരിച്ചടി മറികടക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വിശദമായ ഒരു പരിശോധനയിലേക്ക് CPM കടക്കുന്നത്. സാധാരണഗതിയിലുള്ളതിന് വ്യത്യസ്തമായി ഇത്തവണ കീഴ്ഘടകങ്ങളിലെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാകും CPM സംസ്ഥാന നേതൃത്വം ഈ അന്തിമ അവലോകനത്തിലേക്ക് കടക്കുകയും അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് 22 ചോദ്യങ്ങളുടെ ഒരു ചോദ്യാവലി ബൂത്ത് കമ്മിറ്റികൾക്ക് CPM നൽകിയിരിക്കുന്നതിന് വിശദാംശങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ആ ചോദ്യാവലിയാണ് CPM തയ്യാറാക്കി നൽകിയ ചോദ്യാവലിയായിട്ട് വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അരുൺ, ഒരു കാര്യം കൂടി, ഇപ്പോൾ സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു യോഗം ചേരുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതിന് മുമ്പാണ് ഇപ്പോൾ താഴെ തട്ടിലേക്ക് ഇത് കൊടുക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നുണ്ടല്ലോ. ഒരുപക്ഷെ സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായ പരാജയത്തിലും CPM-നെ നാണക്കേടിലാക്കിയത് തിരുവനന്തപുരം നഗരസഭയിലുണ്ടായ ക്ഷീണമാണ്. അത് BJP NDA പിടിച്ചെടുത്തു എന്ന് പറയുന്നത് അവർക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. തിരുവനന്തപുരത്ത് എന്തൊക്കെ തിരിച്ചടിച്ചു എന്നാണ് CPM-ന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ? CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇന്നലെ ചേർന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലടക്കം പോരായ്മകൾ ഉണ്ടായി. ഒരു സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു വിശദീകരണമായ എല്ലാ ആ കാര്യങ്ങൾ പുറത്തു വന്നത്. സംസ്ഥാന നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ഇതാണ് തോൽവിയുടെ കാരണമെന്ന് പറഞ്ഞ് റിപ്പോർട്ടിംഗ് ആയിരുന്നില്ല ഇതിനെ സംഭവിച്ചത്. പകരം നിങ്ങൾ പറയൂ എന്താണ് സംഭവിച്ചത്. അവിടെയാണ് ചില അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വന്നത്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പ്രത്യേകിച്ചും വാഴൂട്ടുകോണത്ത് അടക്കം ഉണ്ടായ തോൽവി, അവിടെ വിമതൻ 500-ൽ പരം വോട്ട് പിടിച്ച് BJP-ക്ക്, വാഴൂട്ടുകോണം പോലെ CPM-ന്റെ ഒരു കോട്ട എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു വാർഡാണ് അത്. ഇത്തവണ BJP അവിടെ വിജയിച്ചു വന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ അവിടെ വീഴ്ചയുണ്ടായെന്നൊരു വിമർശനം ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നു. അവിടെ മാത്രമല്ല, പലയിടങ്ങളിലും പൊതുവിൽ വിമതരുടെ ശല്യം കൂടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു CPM-ന്. തിരുവനന്തപുരം ജില്ലയിൽ നഗരസഭയിൽ പ്രത്യേകിച്ചും ഇത്ര വലിയൊരു പോരാട്ടം നടത്തുമ്പോഴും വിമതന്മാരെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ പോയി. വളരെ പ്രധാനികൾ തന്നെ വിമതന്മാരായി CPM-ന് തലവേദന ഉണ്ടാക്കാൻ വന്നു. ചിലയിടങ്ങളിലൊക്കെ CPM ആ വിമത ശല്യമൊക്കെ മറികടന്ന്, ഉള്ളൂരൊക്കെ അത്തരം അനുഭവമാണുള്ളത്. പക്ഷേ വട്ടിയൂർക്കാവിൻ നിയമസഭാ മണ്ഡലത്തിൽ പലയിടങ്ങളിലും വിമത ശല്യം CPM തിരിച്ചടിയായിട്ടുണ്ട്. വാഴൂട്ടുകോണം നഷ്ടപ്പെടാൻ അത് ഇടയാക്കിയിട്ടുണ്ട്. മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി അത്തരം പ്രശ്നങ്ങളുണ്ടായി, വാർഡുകളിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനെ വിമർശന വിധേയമായി തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗം ചേരുമ്പോൾ കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ നടക്കും. സംഘടനാപരമായി പാളിച്ചയുണ്ടായെന്ന് CPM പ്രാഥമികമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. ചില നേതാക്കൾക്ക് ചില വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അത് മറികടന്നുകൊണ്ട് അവർ മറ്റു വാർഡുകളിലേക്ക് അവിടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. അങ്ങനെ ഒരു വീഴ്ചയുണ്ടായെന്ന വിലയിരുത്തൽ ഇന്നലെ പ്രാഥമികമായി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റി അംഗം പുത്ര ദിനേശനും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗം ജില്ലാ സെക്രട്ടറി ചേർന്നത്. ഇന്ന് ജില്ലാ കമ്മിറ്റി 10 മണിക്ക് ആരംഭിക്കും. അപ്പോൾ കുറച്ചുകൂടി വിശദമായ ചർച്ചകളിലേക്ക് CPM കടക്കും. വലിയ സംഘടനാ വീഴ്ചയുണ്ടായെന്ന് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. അതിനൊപ്പം തന്നെ നഗരസഭാ ഭരണം കൈവിട്ടുപോയെന്ന അതീവ ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. നിയമം BJP ജയിച്ചതിന് അക്കൗണ്ട് നിയമസഭയിൽ തുറന്നതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന CPM-ന്റെ മേൽ ഇപ്പോൾ വലിയൊരു പഴിയുണ്ട്. അത് നഗരഭരണം, പതിറ്റാണ്ടുകൾ കൈവശം വച്ചിരുന്ന, അടക്കി ഭരിച്ചിരുന്ന നഗരഭരണം BJP-ക്ക് അടിയറ വച്ചു എന്ന ചീത്തപ്പേര് CPM-ന് എക്കാലവും ഉണ്ടാകും. അത് മറികടക്കാനുള്ള വഴികൾ കൂടിയാകും CPM-ന്റെ അവലോകന ചർച്ചകളിലും റിപ്പോർട്ടുകളിലും ഒക്കെ ഉണ്ടാവുക. ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗം വിശദമായി തന്നെ ഈ പരാജയ കാരണങ്ങളിലേക്ക് ചർച്ച കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തോറ്റതെങ്ങനെ എന്ന് കൃത്യമായി പഠിക്കാനാണ് CPM-ന്റെ ആലോചന. അതിനായി പതിവ് രീതികളൊക്കെ ഒന്ന് പൊളിച്ചു പണിയുകയാണ്. സംസ്ഥാന തലത്തിൽ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ അഭിപ്രായം രൂപീകരിച്ചത് താഴെത്തട്ടിലേക്ക് 4 പേരുടെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആലപ്പുഴ വളവനാട് ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മണ്ണഞ്ചേരി സ്വദേശി നിഖിൽ, ചേർത്തല അരീപ്പറമ്പ് സ്വദേശി രാകേഷ് എന്നിവരാണ് മരിച്ചത്. രാകേഷിന്റെ സുഹൃത്ത് വിപിന് പരിക്കേറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി വളവനാട് AS കനാൽ പറത്തറ പാലത്തിന് സമീപമായിരുന്നു അപകടം. പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അമ്മയും കുഞ്ഞും മരിച്ചു. തിരുവല്ലോമല കണിയാർക്കോട് സ്വദേശി ശരണ്യ, മകൾ 5 വയസ്സുകാരിയായ ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. തിരുവല്ലോമല റൂട്ടിൽ
വായനശാല സ്റ്റോപ്പിന് രാവിലെയാണ് അപകടമുണ്ടായത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന ബന്ധു മോഹൻദാസിന് സാരമായി പരിക്കേറ്റു. ലക്കിടി ഭാഗത്തേക്ക് ഒരേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറിൽ ടിപ്പർ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തിരുവില്ലാമല മലയിലെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീടായ ലക്കിടി കൂട്ടുപാതയിലേക്ക് പോവുകയായിരുന്നു ശരണ്യയും കുഞ്ഞും. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. തുലാപ്പള്ളി ആലപ്പാട്ട് കവലയിലാണ് അപകടം. തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന കാറിലും ബസ്സിലും ഇടിക്കുകയായിരുന്നു. ബസിന്റെ മുൻഭാഗം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചാണ് അകത്ത് കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ്. ഇന്നലെ 76,535 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര നാളെ പുറപ്പെടും. 26-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും 27-ന് മണ്ഡലപൂജയും നടക്കും. ശബരിമലയിൽ ഇന്നലെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഏതാണ്ട് 76,000 ഭക്തർ മാത്രമാണ് സന്നിധാനത്തെത്തിയത്. പക്ഷേ ഇന്ന് രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് ഈ സന്നിധാനത്ത് കാണുന്നത്. ഫ്ലൈ ഓവറും ഒപ്പം തന്നെ നടപ്പന്തലും എല്ലാം നിറഞ്ഞ് ഭക്തർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മണ്ഡല പൂജയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടും. ആ തങ്കയങ്കി ഘോഷയാത്ര പുറപ്പെടുന്നതോടുകൂടി ഫലത്തിലൊരു മണ്ഡല പൂജയുടെ അന്തരീക്ഷത്തിലേക്ക് ശബരിമലയും ഈ ശരണപാതകളും എല്ലാം മാറുകയാണ്. വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുക. 26-ന് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് പമ്പയിലെത്തുക ഘോഷയാത്ര. അതിനുശേഷം വൈകുന്നേരം ദീപാരാധനയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് ഈ 18-ാം പടിയിലടക്കം സ്വീകരണം നൽകും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. 27-ന് രാവിലെ 11 മണിക്കാണ് മണ്ഡല പൂജ ക്ഷേത്രത്തിൽ നടക്കുക. അന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടുന്നതോടുകൂടി ശബരിമലയിലെ മണ്ഡല പൂജ ഉത്സവത്തിന് പൂർണ്ണമാകും. 30-ന് വൈകുന്നേരമാണ് പിന്നീട് സന്നിധാനത്ത് നട തുറക്കുക. എന്തായാലും ഈ തിരക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകും. സാധാരണഗതിയിൽ അവധി ദിവസങ്ങളിലുള്ള തിരക്കില്ലായ്മ അത് ആണ് ഇന്നലെ കണ്ടത്. ഞായറാഴ്ച സാധാരണ 1 ലക്ഷത്തിനടുത്ത് എല്ലാ ദിവസവും എത്തുമ്പോൾ ഇന്നലെ 76,000-ൽ പരം ഭക്തർ മാത്രമാണ് എത്തിയത്. എന്തായാലും തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നും നല്ല തിരക്ക് തുടരുന്നൊരു കാഴ്ചയാണ് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. 102-ാം വയസ്സിൽ ശബരിമലയിൽ ദർശനം നടത്തി വയനാട് സ്വദേശിനി പാറുക്കുട്ടിയമ്മ. ആദ്യമായല്ല, ഇത് 3-ാം തവണയാണ് പാറുക്കുട്ടിയമ്മ അയ്യപ്പനെ കാണാൻ എത്തുന്നത്. പാറുക്കുട്ടി അമ്മയ്ക്കായി പ്രത്യേക സൗകര്യങ്ങൾ ദേവസ്വം ബോർഡും പോലീസും അവിടെ ഒരുക്കിയിരുന്നു. 100-ാം വയസ്സിൽ 2 വർഷം മുൻപാണ് പാറുക്കുട്ടിയമ്മ ആദ്യമായി അയ്യപ്പനെ കാണാൻ എത്തിയത്. പ്രായാധിക്യത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും ഈ വർഷവും പതിവ് തെറ്റിക്കാതെ കൊച്ചുമക്കൾക്കൊപ്പം ശബരീശ സന്നിധിയിലെത്തി. പാറുക്കുട്ടിയമ്മയ്ക്ക് 18-ാം പടി കയറുന്നതിനടക്കം പോലീസ് പ്രത്യേക സൗകര്യമൊരുക്കി. അയ്യപ്പനെ വീണ്ടും കാണാതായതിന്റെ സന്തോഷം പാറുക്കുട്ടിയമ്മ പങ്കുവച്ചു. ഈ വയസ്സാം കാലത്തെ അയ്യപ്പൻ എന്ന് കാണുന്ന ആഗ്രഹം കൊണ്ട് വന്നു ഈ 18-ാം പടി കയറി പോലീസുകാർ കയ്യെ പിടിച്ചുകൊണ്ട് അമ്പലത്തൊക്കെ നിർത്തും. അങ്ങനെ പ്രാർത്ഥിച്ച് തൊഴുത് പോരുക, അയ്യപ്പൻ അനുഗ്രഹം തരും. ചെറുപ്പം മുതൽ തന്നെ അയ്യപ്പനോടുള്ള ഇഷ്ടം പാറുക്കുട്ടിയമ്മയ്ക്കുണ്ട്. അയ്യപ്പ കഥകളെല്ലാം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പോൾ അമ്മ എന്താണ് കാര്യം ചോദിച്ചിട്ട് കുട്ടി ചോദിച്ചു, അയ്യപ്പൻ കുട്ടി. അമ്മയ്ക്ക് തലവേദനയാണ്. എന്ത് തലവേദന, എപ്പോൾ തുടങ്ങി എന്ന് ചോദിച്ചു. 2 ദിവസമായി തുടങ്ങിയിട്ട് തലവേദന മരുന്ന് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. കുരിപ്പാൽ കിട്ടിയാൽ മാത്രമേ തലവേദന വിട്ടു പോവുകയുള്ളൂ എന്ന് പറയുന്നു. ശരി, പുലിപ്പാൽ ഞാനിപ്പോൾ കൊണ്ടുതരാം, പുലിനെ കൊണ്ട് ഇപ്പോൾ വരും, ഇഷ്ടം പോലെ പാല് കറന്നെടുത്ത് തലവേദന മാറ്റണം കേട്ടോ എന്ന് പറഞ്ഞു അയ്യപ്പൻ. പുലിപ്പുറത്ത് അയ്യപ്പൻ കാട്ടിപ്പോയി പുലിപ്പുറത്ത് കുഞ്ഞും കൂട്ടത്തോടെ വരുന്നു. അപ്പോൾ രാജ്ഞികളും എല്ലാവരും കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര പേടിയാകുന്നു. അയ്യോ എൻ്റെ തലവേദന പോയി, വേഗം കുട്ടിയെ പുലിയെ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. പുലിയെ വേഗം കാട്ടിലേക്ക് അയച്ചു വിട്ടു. എൻ്റെ തലവേദന പോയി, അങ്ങനെ ഇനി പോരെ എന്ന് പറഞ്ഞു. എനിക്ക് വരാൻ കുറച്ച് താമസമുണ്ട്, ഇപ്പം വരില്ല, അമ്മയുടെ തലവേദന മാറി കെട്ടിയാൽ മതി എന്നായി പെൺകുട്ടി പറയുന്നു.
കേൾവിക്കുറവുള്ള അമ്മൂമ്മയ്ക്ക് എല്ലാ സഹായങ്ങളുമായി കൊച്ചുമകൾ അവന്തികയും ശബരിമലയിലെത്തി. ചോദ്യങ്ങളെല്ലാം കൊച്ചുമകളാണ് അമ്മൂമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും വരാൻ പറ്റുമോ? വയസ്സായില്ലേ? കഴിഞ്ഞ വർഷവും പാറുക്കുട്ടിയമ്മ മല ചവിട്ടിയിരുന്നു. ന്യൂസ് 18 സന്നിധാനം. രാജ്യത്ത് ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 22-കാരിക്കാണ് മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ചിറക്കര സ്വദേശി ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി ഡോക്ടർ ജോർജ് വാളൂരാന്റെ നേതൃത്വത്തിലുള്ള സംഘം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് തിരിക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി കൊണ്ടുവന്ന VBG റാംജി നിയമം പ്രാബല്യത്തിൽ. ഇന്നലെയാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. പുതിയ നിയമപ്രകാരം തൊഴിൽ ദിനങ്ങൾ 125 ഉയർന്നെങ്കിലും സംസ്ഥാനങ്ങൾ 45% വിഹിതം വഹിക്കണമെന്ന വ്യവസ്ഥയിൽ ആശങ്കയുണ്ട്. നിയമത്തിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാണ്. ഇടതു പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്രാ നിരക്ക് വർധന വെള്ളിയാഴ്ച നിലവിൽ വരും. റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. 600 കോടി രൂപയുടെ നേട്ടം പ്രതീക്ഷിച്ചാണ് നിരക്ക് വർധന. നിലവിൽ സബർബൻ ട്രെയിൻ യാത്രയ്ക്കുള്ള നിരക്ക് കൂട്ടിയിട്ടില്ലെങ്കിലും ദീർഘദൂര യാത്രയ്ക്ക് ചെലവേറും. പ്രവർത്തന ചെലവിലെ വർധനയാണ് ടിക്കറ്റ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്നാണ് റെയിൽവേ വിശദീകരണം. പുതിയ ഘടന പ്രകാരം 215 കിലോമീറ്ററിൽ കൂടുതലുള്ള ജനറൽ ക്ലാസ് യാത്രയ്ക്ക് കിലോമീറ്ററിന് 1 പൈസയാണ് കൂട്ടിയത്. മെയിൽ എക്സ്പ്രസ്, നോൺ AC, AC ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയും കൂട്ടി. ക്രിസ്തുമസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. സാന്റാക്ലോസും കലാപരിപാടികളും കേക്ക് മുറിക്കലും ഒക്കെയായി പട്ടാമ്പി GMLP സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ചുവപ്പ് വസ്ത്രവും തൊപ്പിയും അണിഞ്ഞ കുരുന്നുകൾ, കൂടെ സാന്റാക്ലോസും. പുൽക്കൂടും അലങ്കരിച്ച ട്രീയുമൊക്കെയായി പട്ടാമ്പി GMLP സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷമാണ് ആവേശമായത്. പ്രധാനാധ്യാപിക രേഖ ക്രിസ്മസ് സന്ദേശവും ആശംസകളും നൽകി. തുടർന്ന് PTA പ്രസിഡന്റ് മൻസൂർ കേക്ക് മുറിച്ചു. അധ്യാപകർ, PTA ഭാരവാഹികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. ലോകത്ത് സമാധാനം പുലരണമെന്ന സന്ദേശം പ്രചരിപ്പിച്ച് നൃത്തവുമായി കാസർഗോഡ് അപ്സര സ്കൂളിലെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് നിഷ്കളങ്കതയുടെ ചിറകുകൾ എന്ന് പേരിട്ട നൃത്തശില്പം കുട്ടികൾ സംഘടിപ്പിച്ചത്. ലോകമിന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ. ഇതിൽ ബലിയാടാകുന്നതാവട്ടെ കൂടുതലും കുട്ടികളാണ്. ഇത്തരം ആക്രമണങ്ങൾക്ക് വിരാമമിടാൻ സമാധാന സന്ദേശവുമായിട്ടാണ് അപ്സരയിലെ കുട്ടികൾ നിഷ്കളങ്കതയുടെ ചിറകുകൾ എന്ന് പേരിട്ട നൃത്തശില്പം സംഘടിപ്പിച്ചത്. സന്തോഷപ്പൂങ്കാവിൽ സങ്കടം പെയ്യുമ്പോൾ പൈതങ്ങൾ ഞങ്ങളെ നെഞ്ചം പിടയുന്നു. സ്നേഹത്തിൻ കൂടുകൾ തല്ലിപ്പൊളിച്ചുള്ള ദുഃഖത്തിൻ കാഴ്ചകൾ തുഞ്ചിക്കരയുന്നു. പരിപാടിയിൽ 150-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. യുവകവി ഫൈസൽ കന്മനം എഴുതിയ ഗാനത്തിന് മെഗാ ഒപ്പനകളുടെ ശില്പിയും പ്രശസ്ത മാപ്പിള കലാകാരനുമായ ജുനൈദ് മൊട്ടമ്മലിന്റെ പരിശീലനത്തിൽ കുട്ടികൾ പറവകളുടെ രൂപത്തിൽ ചുവടുവെച്ചു. പാടി കളിച്ചു പഠിച്ചവർ നാടിൻ വിളക്കായി ശാന്തി ചൊരിയട്ടെ. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലത്ത് സാഹസികതയുടെയും ആവേശത്തിന്റെയും ഭൂമിയാക്കുകയാണ് ഭൂതത്താൻകെട്ടിലെ ഓഫ് റോഡ് റേസിംഗ്. V12 റേസ് സൊല്യൂഷന്റെ നേതൃത്വത്തിലാണ് ഭൂതത്താൻകെട്ട് ഫിഷർ ഡാം റിസോർട്ടിൽ ഓഫ് റോഡ് റേസ് സംഘടിപ്പിച്ചത്. മണ്ണും കല്ലും കുഴികളും നിറഞ്ഞ പാതയിൽ 70ഓളം വാഹനങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ ആവേശം നിറഞ്ഞ നിമിഷങ്ങളാണ് അരങ്ങേറിയത്.
മലയോര പ്രദേശമായ ഭൂതത്താൻകെട്ടിന്റെ കഠിനമായ പ്രകൃതി സാഹചര്യങ്ങളിലൂടെയാണ് ഓഫ് റോഡ് റേസ് സംഘടിപ്പിച്ചത്. കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ചെളിക്കുഴികളും നിറഞ്ഞ പാത മത്സരാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. നമ്മളിവിടെ ഇന്ന് ഈ ഓഫ് റോഡ് ഇവന്റ് നടത്തുന്നത് വീറ്റൽ റേസൊല്യൂഷൻസ് ആണ്. വീറ്റൽ റേസൊല്യൂഷൻസിന്റെ കിങ് ഓഫ് ഡേർട്ട് എന്ന് പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് ആണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ ഭൂതത്താൻകെട്ട് ടൂറിസം ഇത് ഫെസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നടത്തുന്ന ഒരു ഇവന്റ് ആണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഭൂതത്താൻകെട്ടിൽ ഇവന്റ് നടന്നുകൊണ്ടിരുന്നതാണ്. ഒന്നും കൂടി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കുറേ നാളൊരു ബ്ലോക്ക് വന്നിരുന്നു. അപ്പോൾ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഇനി എല്ലാ വർഷവും ഇങ്ങനെ ഒരു കിങ് ഓഫ് ഡേർട്ട് ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ ക്വീൻ ഓഫ് ഡേർട്ട് എന്ന് പറഞ്ഞ ലേഡീസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ക്ലാസ്സും ഉണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഇവന്റ് തന്നെ നടത്താൻ പറ്റുമെന്ന് വിചാരിക്കും. വാഹനങ്ങളുടെ കരുത്തും ഡ്രൈവർമാരുടെ കഴിവും ഒരുപോലെ പരീക്ഷിക്കുന്നതായിരുന്നു ഈ റേസ്. ഏതാനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കടുത്ത വെയിലും ചൂടും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നിട്ടും ഓഫ് റോഡ് റേസ് കാണാൻ നിരവധി ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു. V12 റേസ് സൊല്യൂഷന്റെ നേതൃത്വത്തിൽ ഭൂതത്താൻകെട്ട് ഫിഷർ ഡാം റിസോർട്ടിൽ സംഘടിപ്പിച്ച കിങ് ഓഫ് ഡേയ്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായാണ് റേസ് നടന്നത്. ഡീസൽ, പെട്രോൾ, ഓപ്പൺ, ലേഡീസ്, എക്സ്പേർട്സ് എന്നീ 5 കാറ്റഗറികളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹിയായ വരുൺ പറഞ്ഞു. ന്യൂസ് 18 കോതമംഗലം. ദേശീയ താരങ്ങളെ വാർത്തെടുത്ത വയനാട് കുപ്പാടിയിലെ കടമാൻചിറ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഏഷ്യൻ ഗെയിംസ് താരം ബിജി വർഗീസ് ഉൾപ്പെടെയുള്ളവർ നീന്തിക്കാരെ ഈ കളരി ഇന്ന് അവഗണന കൊണ്ട് ശ്വാസം മുട്ടുകയാണ്. സംസ്ഥാന മത്സരങ്ങൾക്കടക്കം വേദിയായ ഈ ചിറ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. നഗരസഭ ഏറ്റെടുക്കാൻ തയ്യാറെങ്കിലും സ്പോർട്സ് കൗൺസിലിന്റെ നിലപാടാണ് ഇവിടെ നവീകരണത്തിന് തടസ്സമാവുന്നത്. നിരവധി ദേശീയ താരങ്ങളെ വാർത്തെടുത്ത ജില്ലയിലെ കടമാഞ്ചിറ നീന്തൽക്കുളം ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ കുപ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്ത നീന്തൽക്കുളമാണ് അവഗണന നേരിടുന്നത്. 2010 ചൈനയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ബിജി വർഗീസ് ഉൾപ്പെടെയുള്ള 13ഓളം നീന്തൽ താരങ്ങളാണ് ഈ ചിറയിൽ നീന്തി ദേശീയ തലത്തിലേക്ക് ഉയർന്നത്. 60 മീറ്റർ നീളവും 33 മീറ്റർ വീതിയുമുള്ള ചിറയുടെ നീളം മത്സരങ്ങൾക്ക് വേണ്ടി 50 മീറ്ററായി കുറച്ചു. ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കി. 2 തവണ സംസ്ഥാന അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് ഈ ചിറയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി സംസ്ഥാന ദേശീയ അവാർഡുകളുടെ പിറവിക്കും ഈ ചിറ സാക്ഷിയായി. എന്നാൽ ഇന്ന് ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് സമീപവാസികൾ പറയുന്നു. ഇന്നിപ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊരു നാഥനില്ലാ കളരിയാണ്. മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലാണ്. സ്പോർട്സ് കൗൺസിൽ വിട്ടുകൊടുക്കുകയാണ് മുനിസിപ്പാലിറ്റി ഫണ്ട് വയ്ക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് വിദേശത്തു നിന്നടക്കമുള്ള ആളുകളൊക്കെ വൈകുന്നേരങ്ങൾ ഇവിടെ വന്ന് കാണുന്നുണ്ട്. ടൂറിസ്റ്റിന് പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. ആ രീതിയിൽ പോലും ഈ ഒരു പിന്നോക്ക ജില്ലയായ വയനാടിനൊരു മുതൽക്കൂട്ടാക്കി മാറ്റാവുന്നതാണ്. സംസ്ഥാന സർക്കാർ ഇതിന് ഒരു ശക്തമായ നടപടിയെടുത്ത് ഈ കടമാഞ്ചിറ രക്ഷപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നതിന് പറയാനുള്ളത്. കടമാഞ്ചിറ നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പറയുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തീരുമാനം ആയില്ല. സുൽത്താൻ ബത്തേരി നഗരസഭ ചിറ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നെങ്കിലും സ്പോർട്സ് കൗൺസിൽ വിട്ടുനൽകാൻ തയ്യാറായില്ല. ഇവിടെ നീന്തൽ പരിശീലിക്കുന്നവർക്ക് ഏത് സാഹചര്യത്തിലുള്ള നീന്തൽക്കുളത്തിലും നീന്താൻ കഴിയുമെന്നും നീന്തൽ പരിശീലനത്തിന് ഏറ്റവും അനുയോജ്യമായ ചിറയാണ് കടമാഞ്ചിറയെന്നും മുൻ ദേശീയ നീന്തൽ താരവും അധ്യാപികയുമായ ബിജി വർഗീസ് പറഞ്ഞു. കടമാഞ്ചിറയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമായ അവസ്ഥയാണ്. വയനാട് ജില്ലയിൽ മറ്റൊരു പരിശീലന കേന്ദ്രം ഇപ്പോഴും ഇല്ല, പണ്ടുമില്ല. എന്നാൽ പണ്ടത്തെ കാലത്ത് നാച്ചുറലായിട്ട് ഫ്ലോ ഉണ്ടായിരുന്ന സമയത്ത്, ഒഴുക്കുണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സെൻറ്റർ ഇപ്പോൾ ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നീന്തൽക്കുളത്തിന്റെ നവീകരണത്തിന് സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അംഗങ്ങളൊക്കെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അധിക സമയമില്ല. അപ്പോൾ കൂട്ടലും കിഴിക്കലും തയ്യാറെടുപ്പുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു മുന്നണികൾ. ഇന്ന് LDF-ൻ്റെതായി പുറത്തു വരുന്ന വാർത്ത, ഒരു ക്വസ്റ്റ്യനെയർ താഴെത്തട്ടിലേക്ക് അയച്ച് എന്തുകൊണ്ട് തോറ്റു എന്ന് അന്വേഷിക്കുന്നു. UDF ആവട്ടെ ജയം കഴിഞ്ഞു, ഇനി എന്താണ് മുന്നിലെന്ന് നോക്കുന്നു. അങ്ങനെ വളരെ വിശദമായ അത്തരം വാർത്തകളിലേക്കും വിശകലനങ്ങളിലേക്കും നമ്മൾ പോകും. ന്യൂസ് ട്രെൻഡ്സിൽ TG സജിത് ചേരും ഇടവേളയ്ക്ക് ശേഷം.